ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തണൽ ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ കോട്ടയത്ത് എൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു വീഡിയോ ആണ്. ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന കപ്പയിറച്ചി അത് നിർബന്ധമാണ്. കപ്പയിറച്ചിയൊക്കെ കുറേ സ്ഥലത്തു നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് അത് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടണമെങ്കിൽ എൻ്റെ മോളിയമ്മ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതിനു വേണ്ടി കപ്പയൊക്കെ ഞാൻ റെഡിയാക്കുകയാണ്. പിന്നെ അപ്പോൾ ഇതേ സമയം അമ്മ അവിടെ ഇറച്ചിയും എല്ലും ഒക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. ഇപ്പോൾ എല്ലും ഇറച്ചിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില കുക്കറിലോട്ട് മാറ്റാം. ഇതിന് ശേഷം മസാലപ്പൊടികൾ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ മീറ്റ് മസാല ചേർത്തു, അതുപോലെ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചത് ഫ്ലെയിം ഓൺ ചെയ്യുക. ഒരു 3 വിസിൽ. ഇപ്പോൾ കപ്പ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. കപ്പയിൽ വെള്ളം ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പൊന്നും ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇപ്പോൾ കപ്പയ്ക്ക് വേണ്ടി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനു വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് കൂടുതലിടണം. അതുപോലെ കറിവേപ്പില ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ ഈ ഇതുപോലെ കളറാവുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ മീറ്റ് മസാല, പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും സാദാ മുളക് പൊടിയും ഇവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കപ്പ നന്നായിട്ട് വെന്തു. കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തത്. ഇതാണ് അരപ്പ്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എല്ലും ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ കപ്പയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർക്കുക. പിന്നീട് കുക്കർ തുറന്ന് കുക്കറിനകത്ത് ഇറച്ചി എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കപ്പയിലോട്ട് ചേർക്കുക. കപ്പയിലേക്ക് ചേർത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. സ്റ്റൗ ഓൺ ചെയ്ത് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം അമ്മ നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. കപ്പയിറച്ചിയിൽ മെയിൻ സംഭവമാണ് ഈ ഇളക്കുക എന്നുള്ളത്. അത് നന്നായിട്ട് ചിലവർക്ക് കപ്പ ഉടയുന്നത് ഇഷ്ടമില്ല, ചിലവർക്ക് കപ്പ നന്നായിട്ട് ഉടയണം. എനിക്കൊക്കെ കപ്പ നന്നായിട്ട് ഉടയണം. അപ്പോൾ അമ്മ നന്നായിട്ട് അത് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഇലയിട്ടിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കപ്പയിറച്ചി കഴിക്കാനായിട്ട് പോവുകയാണ്. കാർത്തിക സമയം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ് കപ്പയിറച്ചി. കപ്പ ബിരിയാണി എന്ന് പറയും എല്ലാവരും. ചില സ്ഥലങ്ങളിൽ കപ്പ ബിരിയാണി എന്ന് പറയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്